വിജിലൻസ് ഡയറക്ടറെ വീഴ്ത്തിയത് ഉദ്യോഗസ്ഥ ലോബിയോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം അടുത്തതായി ചർച്ച ചെയ്യുന്നത്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഈ ടോം ജോസ്, അതുപോലെ തന്നെ KM എബ്രഹാം, ഇങ്ങനെയൊക്കെയുള്ള IAS ഉദ്യോഗസ്ഥർ, ഈ മനോജ് എബ്രഹാമിനെ പോലെയുള്ള IPS ഉദ്യോഗസ്ഥർ, ഇവർക്കെതിരെയൊക്കെ നീങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണോ ഈ ജേക്കബ് തോമസിന് ഇത്ര വലിയ തിരിച്ചടി ഉണ്ടായത്? അതോ ഇത്തരം പ്രതിരോധങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അതൊന്നും വകവയ്ക്കാതെ ഇച്ഛാശക്തിയോടെ പിണറായി വിജയൻ മുന്നോട്ട് പോവുകയായിരുന്നു? പക്ഷേ ഈ EPയുടെ കാര്യം വരുമ്പോൾ അടക്കം, TP ദാസൻ്റെ കാര്യം വരുമ്പോൾ, പിന്നെ ഏതൊക്കെ വകുപ്പുകളിലാണ് അഴിമതിയുടെ തീവ്രതയുടെ ഏറ്റിറക്കങ്ങൾ എന്നത് സംബന്ധിച്ച റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് കൊടുക്കുമ്പോൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ മൊത്തത്തിൽ മന്ത്രിമാർക്കെല്ലാം എതിർപ്പ് വരിക, പാർട്ടിക്ക് എതിർപ്പ് വരിക, അതാണോ ഈ വേഗം ഈ സ്ഥാനചലനത്തിലേക്ക് നയിച്ചത്? അല്ല, ഇത് അടിസ്ഥാനപരമായിട്ട് സത്യസന്ധരായ ആളുകൾക്ക് എപ്പോഴും സംഭവിക്കാവുന്ന ഒരു അപകടമാണ്. അത് ജേക്കബ് തോമസിന് മാത്രമല്ല, പ്രത്യേകിച്ച് സർക്കാർ സർവീസിൽ പോലീസ് പോലെയുള്ള വകുപ്പുകളിൽ ഇരിക്കുന്നവർക്ക് അവർ നിർഭയമായിട്ടും സത്യസന്ധമായിട്ടും ജോലി ചെയ്യുകയാണെങ്കിൽ അഴിമതിക്കാരായ മറ്റെല്ലാ ആളുകളും എതിരാവും. അതിൽ രാഷ്ട്രീയക്കാരുണ്ടാവും, അതുപോലെ ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, മറ്റെല്ലാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളും ഇവർക്കെതിരാവും. ഇവർ പുറമേക്ക് കാണുമ്പോൾ ഇയാളൊരു മഹാനാണെന്ന് പറയുമെങ്കിലും ഉള്ളുകൊണ്ട് ഇവനെ വെറുക്കുകയും, ബൈബിളിൽ പറഞ്ഞ പോലെയാണ്, യഹോവേ എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാവും, എനിവനെ ദൈവത്തിങ്കൽ രക്ഷയില്ല എന്നും അവർ പറയുന്നു. അങ്ങനെ ഒരു സാധനമുണ്ട്, സങ്കീർത്തനത്തിലാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടി പോകാറുണ്ട്, യഹോവേ എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു. ഇപ്പം തന്നെ എത്ര വൈരികളായിരിക്കില്ലേ? അഡ്വക്കേറ്റ് ജയശങ്കർ, പക്ഷേ ചില ഉത്തരവാദിത്തം നിർവഹണത്തിൽ വീഴ്ച വരുത്തുന്നു ഈ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന പ്രധാനപ്പെട്ടവർ എന്നൊരു പരാതി ജേക്കബ് തോമസിനുണ്ട്. ഉദാഹരണത്തിന് AG അല്ലെങ്കിൽ സർക്കാരിൻ്റെ ബന്ധപ്പെട്ട അഭിഭാഷകർ വിജിലൻസ് ഡയറക്ടർക്കെതിരെ ഇത്ര രൂക്ഷമായ വിമർശനങ്ങൾ വരുമ്പോൾ കോടതിയിൽ പ്രതിരോധിച്ചില്ല എന്ന്. ഒരൊറ്റ ഉദാഹരണം പറയാം. ഈ 8 പേജ് വിധിന്യായത്തിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ഈ ലെജിസ്ലേച്ചറിൻ്റെ അധികാരത്തിലേക്ക്, ബജറ്റ് നിർദ്ദേശങ്ങളിലേക്ക്, ലെജിസ്ലേച്ചർ തന്നെ പാസാക്കിയ ധനനിയമത്തിലേക്കൊക്കെ കടന്നു കയറുകയാണ് വിജിലൻസ് ഡയറക്ടർ. ഇത് അധികാര ദുർവിനിയോഗമാണ്. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു വരുന്ന ഘട്ടത്തിൽ ഈ ജിഷയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലെ വീഴ്ചയെപ്പറ്റിയും ഇങ്ങനെ ഡയറക്ടർ ചില റിപ്പോർട്ടുകൾ നൽകിയെന്ന കാര്യവും ഈ കോടതി മുൻപാകെ വരുന്നു. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് വേണം സർക്കാർ ഉചിതമായ നടപടിയെടുക്കാനെന്ന വിധിന്യായത്തിൽ പറയുന്നുണ്ട്. എന്തിനാണ് ഈ ജിഷ കേസിൻ്റെ കാര്യം അവിടെ വരുമ്പോൾ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ സംരക്ഷിക്കാതിരിക്കുന്നത്? ഒരു വിജിലൻസ് കോടതിയിൽ പരാതി വന്നു. വിജിലൻസ് കോടതിയിൽ പരാതി വന്നാൽ വിജിലൻസ് ഡയറക്ടർ അത് അന്വേഷിക്കണ്ടേ? അത് അന്വേഷിച്ച് ഉത്തരവാദപ്പെട്ട മുഖ്യമന്ത്രിക്കും ആഭ്യന്തര സെക്രട്ടറിക്കും മാത്രമായിട്ടാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ആ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നെങ്കിൽ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ഈ പറയുന്നയാളെ വേട്ടയാടാൻ വേണ്ടിയുള്ള നിലപാടെടുത്തിരിക്കുന്നതിൻ്റെ ഭാഗമാണിത് എന്നെന്തുകൊണ്ട് പറഞ്ഞില്ല ഈ നിർണായക ഘട്ടത്തിൽ? നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഈ ഡ്രഡ്ജറും സോളാർ പാനലും എല്ലാം വന്നപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ IAS IPS ഉദ്യോഗസ്ഥരിൽ ഒരു വിഭാഗം ഇദ്ദേഹത്തിനെതിരെ നീങ്ങുന്നുണ്ട് എന്നും ഇത് ഗൗരവത്തിലെടുക്കണ്ട എന്നും. അപ്പോൾ പറയാനറിയാഞ്ഞിട്ടല്ല, ഈ ഘട്ടത്തിൽ അത് പറയാതിരുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ റഹീം ആദ്യം സൂചിപ്പിച്ച ഒരു രാഷ്ട്രീയ വില്ലുണ്ട്. അത് ജേക്കബ് തോമസിനെതിരായി മാറിയ രാഷ്ട്രീയ വില്ലല്ലേ? അല്ല, അത് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ പറയാം. ഈ രീതിയിൽ പലപ്പോഴും കേസ് നടത്തുന്ന അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന് മനഃപൂർവ്വമായിട്ടോ അല്ലാതെയോ ഇങ്ങനെയുള്ള വീഴ്ചകൾ സംഭവിക്കാറുണ്ട്. പല കേസുകളുണ്ട്, ഞെട്ടിപ്പിക്കുന്ന പല സംഭവങ്ങളുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ ജേക്കബ് തോമസിൻ്റെ കാര്യത്തിൽ ഞാൻ വേറൊരു കാര്യം പറയാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കേസ് ആദ്യഘട്ടത്തിൽ വന്നപ്പോൾ, ഇതുപോലുള്ള പരാതികൾ വന്നപ്പോൾ അതൊക്കെ കോടതി തള്ളിക്കളയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും അവസാനം ഇങ്ങനെയുള്ള പലപ്പോഴും വീഴ്ചകൾ സംഭവിക്കുന്നു. ഞാൻ ഒറ്റ കാര്യം പറയും. ഈ EP ജയരാജൻ്റെ കേസിൽ തന്നെ വിജിലൻസിന് വേണ്ടി ഒരു പ്രത്യേക പ്രോസിക്യൂട്ടറെ നിയമിച്ചിട്ടുണ്ട്, ഡോക്ടർ KP സതീശൻ, ഹൈക്കോടതിയിലൊരു സീനിയർ അഡ്വക്കേറ്റാണ്. അദ്ദേഹം കേസ് അന്വേഷിക്കുന്ന SP വിളിച്ച് വരുത്തി ഒരു അഫിഡവിറ്റ് തയ്യാറാക്കി കോടതിയിൽ ഫയൽ ചെയ്തു. ഈ അഫിഡവിറ്റ് ഫയൽ ചെയ്തു എന്ന് അറിഞ്ഞതിന് ശേഷം നമ്മുടെ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ആയിരിക്കുന്ന ശ്രീധരൻ നായർ നമുക്കറിയാം, പഴയ മന്ത്രിയായിരുന്ന ശിവദാസ മേനോൻ്റെ മകളുടെ ഭർത്താവാണ്, മഞ്ചേരിയിലെ പ്രമുഖനായ അഭിഭാഷകനായിരുന്നു, സിനിമാ നടൻ മമ്മൂട്ടിയുടെ സീനിയറായിരുന്നു. ഇങ്ങനെ പല തൂവലുകളും അദ്ദേഹത്തിൻ്റെ തൊപ്പിയിലുണ്ട്. അദ്ദേഹം ഇതേ ഡയറക്ടർ, നമ്മുടെ സൂപ്രണ്ടിനെ തന്നെ വിളിച്ചു വരുത്തി മറ്റൊരു അഫിഡവിറ്റ് ഫയൽ ചെയ്തു. ഒരു കേസിൽ 2 അഫിഡവിറ്റിൻ്റെ ആവശ്യമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് കോടതിയിൽ ചെല്ലുമ്പോൾ അതിന് വിമർശനം വരുന്നത് വിജിലൻസ് ഡയറക്ടർക്കാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് വെറുതെ വഴിയെ പോയ വയ്യാവേലി വിളിച്ചു വരുത്തുന്ന പരിപാടിയല്ലേ? വല്ല ആവശ്യമുള്ളൂ? അതിനും പഴി കിട്ടുന്നത് ശരി, കോടതിയുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നും
കോടതിയുടെ പരാമർശങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും ശ്രീ ജേക്കബ് തോമസ് അദ്ദേഹത്തിനോട് അടുത്ത വൃത്തങ്ങളിൽ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ ചൂണ്ടിക്കാട്ടിയിൽ ഒരുപാട് വീഴ്ചകൾ ഇങ്ങനെ വരികയാണ്. ഒരു ഉദ്യോഗസ്ഥൻ 2 തരത്തിലുള്ള അഫിഡവിറ്റുമായി അവിടേക്ക് പോവുക. ഇപ്പോൾ ബാർ കോഴയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ ഭാവത്തിൽ സുകേശൻ റിപ്പോർട്ട് കൊടുക്കേണ്ട സ്ഥിതി വരിക. പക്ഷേ അതൊക്കെ വിശദീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുക. കൃത്യമായി പിന്നീട് വിശദീകരിക്കുന്നുണ്ട്, മറ്റേ ഉദ്യോഗസ്ഥന് അവധിയിലായതുകൊണ്ടാണ്. പക്ഷേ അമിത താല്പര്യം എന്തുകൊണ്ട് സുകേശൻ ഈ കാര്യത്തിൽ എന്ന് പറയുന്ന ഒരു നിരീക്ഷണത്തിലേക്ക് കോടതിയെ എത്തിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം കോടതിയിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അത് ബോധപൂർവമാണെന്ന് കരുതുന്നുണ്ടോ? ഈ ജിഷയിലടക്കം അത് AGO അല്ലെങ്കിൽ ബന്ധപ്പെട്ട സർക്കാരിൻ്റെ ഭാഗം പറയുന്ന ആളുകളോ അല്ലേ അത് ചെയ്യേണ്ടത്? അല്ല വേണു, ഇത് ഞാൻ ഈ വേണു പറഞ്ഞതിലൊന്നും എനിക്ക് തർക്കമില്ല. ഞാൻ പൊതുവിലൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ജേക്കബ് തോമസിനെ കുറിച്ച് ജേക്കബ് തോമസിനെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനേക്കാളൊക്കെ ആഴത്തിൽ ജേക്കബ് തോമസിനെ അറിയാവുന്ന ആളും ബന്ധമുള്ള ആളുമാണ് ഞാനതിപ്പോൾ തുറന്നു പറയുന്നത്. ജേക്കബ് തോമസിനെ പറ്റിയൊരു പരിമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ ബാഗേജ് തൻ്റെ തലയിലുണ്ട്, തലയുടെ മുകളിൽ കൊട്ടയിലുണ്ടെന്നുള്ളൊരു തോന്നൽ അങ്ങ് വല്ലാതെ ബാധിക്കുകയും താൻ മാത്രമാണ് അഴിമതിക്കാരൻ, അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുന്ന ആൾ താൻ മാത്രമാണ് എന്നൊരു തോന്നൽ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ വരികയും അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ പ്രതിഫലിക്കുകയും ചെയ്തു. കഴിഞ്ഞ 10 മാസം നമ്മളുടെ അടുത്ത് നോക്കിയാൽ കാണാം. അദ്ദേഹം മാധ്യമപ്രവർത്തകരുമായിട്ട് നടത്തുന്ന സഹകരണം, അദ്ദേഹം ഓരോ സ്ഥലങ്ങളിൽ പോകുന്നത്. ഞാൻ പറഞ്ഞോട്ടെ, ഈ വലിയ ലോബിയാണ് എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് തർക്കമില്ല, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ആ വലിയ ലോബിക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ ഒരാൾക്ക് ഒറ്റയ്ക്ക്, ഇപ്പോൾ VS അച്യുതാനന്ദൻ്റെ കൂടെ ഞാൻ പ്രവർത്തിച്ച ആളാണ്. ഞാൻ പറയട്ടെ, VS അച്യുതാനന്ദൻ്റെ കൂടെ അന്ന് പ്രവർത്തിച്ചപ്പോൾ VS അച്യുതാനന്ദൻ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ലക്ഷക്കണക്കിന് ആളുകൾ പുറമെ നിന്നുള്ള പിന്തുണ ഉണ്ടായിരുന്നു. ആ പിന്തുണയുടെ ഒരു ഊർജ്ജമായിരുന്നു VS അച്യുതാനന്ദന് മുന്നിൽ. ഉദ്യോഗസ്ഥൻ അങ്ങനെ കിട്ടില്ലല്ലോ. ഉദ്യോഗസ്ഥൻ അങ്ങനെ കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് നിന്ന് എല്ലാം ഞാനങ്ങ് പരിഹരിച്ചു തരാം, എല്ലാം എവിടെയാണെങ്കിലും ഞാനാണ് പരിഹരിക്കുന്നത്, അത് ക്രൈം കേസിലാണെങ്കിലും കുഴപ്പമില്ല, ഏത് മേഖലയിലാണെങ്കിലും ഞാൻ അതങ്ങോട്ട് കയറി ബാധിച്ച്. ഒരു നിമിഷം അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ലളിതകുമാരി, അങ്ങനെയാണെങ്കിൽ ഒരു പരാതി വന്നാൽ അതിന്റെ മേൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതാണ് അദ്ദേഹം. ഒരു നിമിഷം ഇപ്പൊ സുബ്രഹ്മണ്യ സ്വാമി കേസ്, ഏത് തരത്തിൽപ്പെട്ട ഏത് ഉന്നതനമായിക്കോട്ടെ, ഏത് താഴെ കിടക്കുന്ന ആളായിക്കോട്ടെ, എല്ലാവരെയും ഒരേപോലെ കണ്ടുകൊണ്ട് അന്വേഷണത്തിലേക്ക് പോകുക. ഞാൻ പറയുന്നത് എല്ലാം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്നല്ല. ഒരു നിമിഷം ഞാൻ പറയുന്നത് കോടതി വിധികളുടെ പിൻബലത്തിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത് എന്നാണ്. കോടതി അദ്ദേഹത്തിന് അനുകൂലമായി, കോടതി ശക്തമായി അദ്ദേഹത്തിന് അനുകൂലമായി നിൽക്കുകയായിരുന്നു ഒരു ഘട്ടത്തിൽ. ആ ഘട്ടത്തിൽ നിന്ന് കാര്യങ്ങൾ മാറി. ഇപ്പോൾ ഉബൈദിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ കാര്യങ്ങൾ മാറി. നമ്മളത് വസ്തുനിഷ്ഠമായി ഒന്ന് പരിശോധിക്കണം. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. അദ്ദേഹം അഴിമതിക്കെതിരായി വലിയ പോരാട്ടം നടത്തി, അതിൽ ബഹുഭൂരിപക്ഷം കാര്യങ്ങളിൽ ഞാൻ യോജിക്കും. പക്ഷേ അതേസമയം തന്നെ അദ്ദേഹത്തിനെതിരായി പല വിഷയങ്ങൾ ഉയർന്നു വന്നു. ആ വിഷയങ്ങളിൽ ശരിതെറ്റുകളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ആ ഉയർന്നു വന്ന വിഷയങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം രാഷ്ട്രീയക്കാർ കൊടുക്കുന്ന രീതിയിലുള്ളൊരു മറുപടിയാണ് ഞാൻ വന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വത്തുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ ഉയർന്നു വന്നു. അത് തീരുമാനിക്കപ്പെട്ടിട്ടില്ല, അദ്ദേഹം സ്വത്ത് വിവരം കാണിച്ചിട്ടില്ല, അദ്ദേഹത്തിന് പുറത്ത് സ്വത്തുണ്ട് എന്നുള്ള നിലയിലൊക്കെ ഉയർന്നു വന്നപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി ഞാൻ ചാനലിൽ കണ്ടത്, കല്ലെറിയുമ്പോൾ വീണാൽ അവിടെ കിടക്കും. ശ്രീ KM ഷാജഹാൻ പറഞ്ഞത് ഈ പാനലിരിക്കുന്ന മറ്റതിഥികളെക്കാളൊക്കെ അദ്ദേഹവുമായി ആത്മബന്ധം താങ്കൾക്കുണ്ടെന്നാണ്. അദ്ദേഹത്തിൻ്റെ രീതി ഇതാണ്. ഞാൻ ഒരു ഇടവേളയിലേക്ക് പോകും. അദ്ദേഹത്തിൻ്റെ രീതി ഇങ്ങനെയാണ്. അദ്ദേഹം എപ്പോഴും ഇങ്ങനെ ധ്വനിപ്പിക്കുന്ന തരത്തിലേ സംസാരിക്കാറുമുള്ളൂ. ഞാൻ ഒരു ഇടവേളയിൽ കൂടി പോകണം. ഇടവേളയ്ക്ക് ശേഷം വാഴക്കിൻ്റെയും റഹീമിൻ്റെയും പ്രതികരണത്തിലേക്ക്.